നമസ്കാരം. പടിഞ്ഞാറൻ യു.പിയിലെ മുസാഫർനഗർ ലോക്സഭാ മണ്ഡലത്തിൽ മുൻ കേന്ദ്രമന്ത്രി സഞ്ജീവ് ബല്യാന്റെ തോൽവിയിൽ വാക്പോര് നടത്തിയാണ് ഇപ്പോൾ ബി.ജെ.പിക്കുള്ളിൽ തന്നെ യുദ്ധം അരങ്ങേറുന്നത്. ഒന്നാം ഘട്ട വോട്ടെടുപ്പിനിടയിൽ സിറ്റിംഗ് എം.പിയും ബി.ജെ.പി സ്ഥാനാർത്ഥിയുമായിരുന്ന ബല്യാനും മുൻ സർദാന എം.എൽ.എയും ബി.ജെ.പിയിലെ താക്കൂർ വിഭാഗം നേതാവുമായ സംഗീത് സോമും പരസ്പരം തുടങ്ങിവെച്ച തർക്കമാണ് ഇപ്പോൾ വലിയ സംഘർഷങ്ങളിലേക്ക് അത് വഴിതിരിയുന്നത്. ഇത് താക്കൂർ ജാട്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിലേക്കും നീണ്ടുപോകുന്നുണ്ട്. 2013 മുസാഫർനഗർ കലാപത്തിൽ കുറ്റം ആരോപിക്കപ്പെട്ടവരായ ബല്യാനും സംഗീത് സോമും മീററ്റ് മുസാഫർനഗർ പ്രദേശങ്ങളിലെ ബി.ജെ.പിയുടെ പ്രധാന നേതാക്കന്മാരാണ്. സംഗീത് സോമാണ് തന്റെ പരാജയത്തിന് വിലങ്ങുതടിയായതെന്നും ഇതിനെതിരെ ശക്തമായ നടപടി വേണമെന്നും ബല്യാൻ പാർട്ടി നേതൃത്വത്തോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തോൽവിക്ക് പിന്നിൽ താനല്ലെന്നും തനിക്ക് ചുമതലയുണ്ടായിരുന്ന സർദാന പ്രദേശത്ത് ബല്യാൻ നല്ലപോലെ തന്നെ വോട്ട് കരസ്ഥമാക്കിയിട്ടുണ്ടെന്നും സംഘാത് മറുപടിയിൽ തിരിച്ചടിച്ചു. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർദാന മണ്ഡലത്തിൽ തന്നെ തോൽവിക്കിടയാക്കിയത് ബല്യാനാണെന്ന് മുൻപും സോം ആരോപണങ്ങളിൽ ഉയർത്തിയിരുന്നു. സർദാനയിൽ തനിക്ക് പകരം മറ്റൊരു ഠാക്കൂർ വിഭാഗം നേതാവിനെ ബല്യാൻ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു എന്ന പരാതിയും സോം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുതിയ വിവാദങ്ങളായി ഉയർന്നു പൊങ്ങിയിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോം തനിക്കായി പ്രചരണത്തിനിറങ്ങിയിട്ടില്ലെന്നും തന്റെ തോൽവിക്ക് ചുക്കാൻ പിടിച്ചത് സംഗീത് സോം ആണെന്നും ബല്യാൻ വോട്ടെണ്ണലെല്ലാം കഴിഞ്ഞയുടനെ തുടർന്ന് പ്രതികരിച്ചതോടെ രണ്ടുപേരും തമ്മിൽ വലിയ തർക്കങ്ങളാണ് ഉണ്ടായത്. ബല്യാനെ പരസ്യമായിട്ടായിരുന്നു ഗുണ്ടയെന്ന് സോം വിളിച്ച് അവഹേളിച്ചത്. സോം ഒരു ശിഖണ്ഡിയാണെന്ന് പറഞ്ഞ് ബല്യാനും തിരികെ ആക്ഷേപങ്ങൾ തൊടുത്തുവിട്ടു. ഇരുവരും തമ്മിലുള്ള നാണംകെട്ട വഴക്ക് പശ്ചിമ യു.പിയിൽ ബി.ജെ.പിയുടെ സീറ്റുകളെ ബാധിക്കുമെന്ന് കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്ക് സൂചനകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പ്രശ്നം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി യു.പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സർദാനയിൽ ഒരു റാലിയും നടത്തി. പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടും ഇതിനൊരു ഒത്തുതീർപ്പുണ്ടായില്ല. പശ്ചിമ യു.പിയിൽ മീററ്റ് മുസാഫർനഗർ മണ്ഡലങ്ങൾ ബി.ജെ.പിക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. ഇതിനോടകം തന്നെ ഇപ്പോൾ ജാട്ടുകളും താക്കൂറുകളും പരസ്പരമുള്ള വഴക്കും അടിയും താക്കൂർ വിഭാഗത്തിന് യോഗി സർക്കാരിനോടുള്ള താല്പര്യമില്ലായ്മയും രൂക്ഷമായി തന്നെ പ്രകടമാക്കുന്നുണ്ട്.